നമസ്കാരം. UK വാർത്തകളിലേക്ക് സ്വാഗതം. ഇസ്ലാമോഫോബിയയുടെ വ്യാഖ്യാനം തിരുത്താൻ ഒരുങ്ങി ലേബർ സർക്കാർ. മുസ്ലിങ്ങൾ ഇസ്ലാം പടർത്തിയത് വാളുകളുടെ സഹായത്തോടെയാണെന്ന വാക്യം നിരോധിക്കുന്ന APPG ഇസ്ലാമോഫോബിയ വിവരമാണ് പുതിയ ലേബർ ഗവൺമെന്റ് സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ലേബർ പ്രതിഷേധിക്കാൻ ഒരുങ്ങുമ്പോൾ നേതാവ് ജെർമി കോബർ സ്വീകരിച്ച APPG പ്രകാരം ഇസ്ലാമോഫോബിയ വംശവെറിയിൽ നിന്നും ഉടലെടുക്കുന്ന എന്ന നിലപാടിലായിരുന്നു. എന്നാൽ ഇതിനെതിരെ സിഖ് വംശകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ചരിത്രത്തെ വളച്ചൊടിച്ചും തങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും ഈ തിരുത്തലുകൾ വഴിയൊരുക്കണമെന്നാണ് ബ്രിട്ടനിലെ സിഖ് വംശകരുടെ വാദം. ഇതിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് വിംബിൾഡൺ ലോയിഡ്സ് സിഖ് നേതൃത്വം നൽകുന്ന നെറ്റ്വർക്ക് ഫോർ സിഖ് ഓർഗനൈസേഷൻസ് ഉപപ്രധാനമന്ത്രി ആഞ്ചിലെ റെയ്നർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. ഇസ്ലാമിലേക്ക് മതം മാറാൻ വിസമ്മതിക്കുകയും ഇവർക്കെതിരെ പോരാടി മുഗൾ ഭരണാധികാരികളുടെ കൊലക്കത്തിക്ക് ഇരയായവരാണ് തങ്ങൾ ആരാധിക്കുന്ന ഗുരുക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങൾ എന്നുമാണ് NSO വ്യക്തമാക്കുന്നു. വാൾ ഉപയോഗിച്ചാണ് മതം പടർത്തുന്നതെന്നും ന്യൂനപക്ഷങ്ങളുടെ ഭരണത്തിന് കീഴിൽ ഇല്ലാതാക്കിയെന്നുള്ള വാദങ്ങൾ വിലയിരുത്തുന്നതിൽ ആശങ്കയുള്ളതായി ബ്രിട്ടീഷ് സിഖുകൾ പറയുന്നു. ഇത് ഇന്നും തുടരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദുക്കളും സിഖുകളും തുടച്ചു നീക്കപ്പെടുന്നു. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ന്യൂനപക്ഷ വിശ്വാസികൾ വംശഹത്യയ്ക്ക് ഇരയാകുന്നു എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. വാർത്തകൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചാനൽ കൂടി ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. UK-യിൽ മാനസിക വൈകല്യമുള്ള കുട്ടികളെ പരിചരിക്കാൻ അമ്മമാർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടത് വരുന്നതായി റിപ്പോർട്ട്. കുട്ടികളെ നോക്കാൻ 4-ൽ 3 മാതാപിതാക്കന്മാരും ജോലി ഉപേക്ഷിക്കുകയോ പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. 500ഓളം പേരിൽ നടത്തിയ സർവേയിൽ 5-ൽ 2 പേർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. 3-ൽ ഒരാൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു. വേണ്ടത്ര സഹായം കുടുംബത്തിന് കിട്ടാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾ അധികവും ബാധിക്കുന്നത് സ്ത്രീകളെയാണെന്നും സർവേ ഫലം പറയുന്നു. ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നതോടെ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നു. ഓട്ടിസം, ഹിയറിംഗ് പ്രശ്നങ്ങൾ, മറ്റ് പല ഡിസോർഡറുകൾ എന്നിവയുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ആവശ്യമാണ്. പലപ്പോഴും 3 മണിക്കൂറാണ് സ്കൂളിൽ ഇവർ ചെലവഴിക്കുക. അതിനാൽ ജോലി സമയം പ്രതിസന്ധിയിലാകുന്നു എന്നാണ് പലരും പറയുന്നത്. പ്രത്യേക പരിഗണന കിട്ടേണ്ട കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാൻ കൗൺസിലർ തയ്യാറാകേണ്ടതുണ്ട്. UK-യിൽ 1.49 ദശലക്ഷം കുട്ടികൾ പഠന വൈകല്യം ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളിൽ ജീവിക്കുന്നുണ്ട്. ആകെയുള്ള കുട്ടികളുടെ 16%മാണിത്. ഡിസബിലിറ്റി ലീവിംഗ് അലവൻസ് DLA പോലെയുള്ള സാമ്പത്തിക സഹായം പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള കുട്ടികളിലെ 41% പേരും പ്രധാന സ്കൂളുകളിൽ തന്നെയാണ് പഠിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിൽ ബാക്കിയുള്ളവരും. കഴിഞ്ഞ രാത്രി 10 മണിയോടെ വീട്ടിൽ കുഴിഞ്ഞു വീണ മാഞ്ചസ്റ്റർ മലയാളിയായ പ്രദീപിന് ആകസ്മിക മരണം. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന പ്രദീപ് മുകളിലത്തെ നിലയിലുള്ള കുത്തിനെയുള്ള പടികൾ ഇറങ്ങവേ കാൽ തെന്നി താഴെ വീഴുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. വീഴ്ചയിൽ തലയിടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. മാഞ്ചസ്റ്ററിൽ ഹിന്ദു സമാജത്തിന്റെ സജീവ പ്രവർത്തനമായ പ്രദീപ് ആദ്യകാല മലയാളി കുടിയേറ്റത്തിലെ അംഗം കൂടിയാണ്. മാഞ്ചസ്റ്റർ എയർപോർട്ട് ചെക്ക് ഇൻ സർവീസിൽ ജോലി ചെയ്തിരുന്ന പ്രദീപ് ഏതാനും നാളുകളായി കാർ പാർക്കിംഗ് സെക്യൂരിറ്റി വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത്. നാട്ടിൽ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ പ്രദീപ് കേരള പോലീസിലെ ജോലി ഉപേക്ഷിച്ചാണ് UK-യിൽ എത്തിയത്. പ്രദീപ് വീണതിനെ തുടർന്ന് കൂടെ താമസിച്ചവർ പാരാമെഡിക്കലിനെയും പോലീസിനെയും അടിയന്തരമായി വിവരം അറിയിച്ചിരുന്നു. പോലീസ് എത്തി കുടുംബത്തിന്റെ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് ഭാര്യയും മക്കളും നാട്ടിലാണെന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് UK പോലീസ് കേരള പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ കൈമാറുകയായിരുന്നു. അവധി കഴിഞ്ഞ് UK-യിലേക്ക് മടങ്ങാൻ പ്രദീപിന്റെ ഭാര്യയും മക്കളും കൊച്ചി എയർപോർട്ടിൽ നിൽക്കുമ്പോഴാണ് ദാരുണമായ വിവരം എത്തുന്നത്. ഇന്ന് രാത്രിയോടെ ഇവർ മാഞ്ചസ്റ്ററിലെത്തും. തുടർന്നായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനമാകുക. പ്രദീപിന്റെ മരണം മാഞ്ചസ്റ്ററിലെ മലയാളി സുഹൃത്തുക്കളെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നം ഇല്ലാതെ ജീവിച്ചിരുന്ന പ്രദീപിന് 49-ാം വയസ്സിൽ മരണമെത്തിയ സങ്കടത്തിലാണ് സുഹൃത്തുക്കൾ. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പ്രദീപിന്റെ ആകസ്മിക മരണത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ വേദനയിൽ ഞങ്ങളും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. മകനെ സന്ദർശിക്കാനായി നാട്ടിൽ നിന്നും എത്തിയ പിതാവ് ഹൃദയാഘാതത്തെ തുടർന്ന് UK-യിലെ ഡെർബിയിൽ അന്തരിച്ചു. ഇരിട്ടി കീഴ്പള്ളി സ്വദേശിയും തലശ്ശേരി സെഷൻസ് കോടതി റിട്ടയർഡ് സൂപ്രണ്ടുമായ സക്രിയയാണ് നിര്യാതനായത്. റിട്ടയർഡ് അധ്യാപികയായ ഭാര്യ സിസിലിയോടൊപ്പം മകൻ സച്ചിൻ ബോസിന്റെ വീട് സന്ദർശിക്കാനാണ് സക്രിയ എത്തിയത്. 1 മാസം മുൻപാണ് സച്ചിന്റെ മാതാപിതാക്കൾ UK-യിൽ എത്തിയത്. മകന്റെ കുടുംബത്തോടൊപ്പം ഏറെ സന്തോഷകരമായി സ്കോട്ട്ലൻഡ് അടക്കം വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞ ദിവസമാണ് ഡെർബിയിൽ തിരിച്ചെത്തിയത്. ഇന്നലെ വീട്ടിൽ നിന്നും നടക്കുവാനായി പുറത്തേക്ക് പോയ സക്രിയ തിരിച്ചു വരാൻ താമസിക്കുന്നതിനാൽ കുടുംബാംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് വഴിയിൽ ബോധരഹിതരായി വീണുകിടന്ന ഒരു ഏഷ്യക്കാരനെ ആംബുലൻസ് എത്തി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ വിവരം അറിയുവാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് തങ്ങളുടെ പിതാവ് മരണപ്പെട്ട ഹൃദയഭേദകമായ വിവരം സച്ചിനും കുടുംബവും അറിഞ്ഞത്. അന്ത്യ ശുശ്രൂഷകൾ നാട്ടിലെത്തി വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി കുടുംബ കല്ലറയിൽ സംസ്കരിക്കുവാനാണ് കുടുംബാംഗങ്ങളുടെ തീരുമാനം. ബോഡി നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തിങ്കളാഴ്ച ആരംഭിക്കും. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.